സെൽഫ് ലവ് വളർത്തിയാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. സെൽഫ് ലവ് എന്ന് പറയുന്നത് പലരും നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് കണക്കാക്കുന്നത്. അതായത് സെൽഫ് ലവ് ചെയ്യുന്ന ഒരാൾക്ക് സെൽഫിഷ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ ഉണ്ടാകും. ആ സെൽഫിഷ് എന്ന് പറയുന്നത് നെഗറ്റീവായിട്ടാണ് പലരും വിചാരിച്ചു വെച്ചേക്കുന്നത്. പക്ഷേ സെൽഫ് ലവ് ഉള്ള ആളുകൾക്ക്, സെൽഫിഷ് ആയിട്ടുള്ള ആളുകൾക്ക് ചില പോസിറ്റീവ് ഗുണങ്ങളുണ്ട്. ചിലർക്കുള്ളതും എന്നാൽ ചിലർക്കില്ലാത്തതുമായ ഒരു സംഭവമാണ് ഈ സെൽഫ് ലവ് എന്ന് പറയുന്നത്. നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കാറുണ്ട്, അതിനുവേണ്ടി സമയം കണ്ടെത്താറുമുണ്ട്. അതുപോലെ അവരുടെ സ്നേഹത്തിന് വേണ്ടിയിട്ട് എന്ത് ത്യാഗം വേണമെങ്കിലും നമ്മൾ സഹിക്കും. പക്ഷെ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇല്ല. കുളിക്കുന്നതും പല്ല് തേക്കുന്നതും നമുക്ക് വേണ്ടിയിട്ട് ഒരു പങ്കാളിയെ കണ്ടെത്തുന്നതും ഇതൊന്നും നമുക്ക് വേണ്ടി ചെയ്യുന്ന ഒരു വലിയ കാര്യമായി നമുക്ക് പറയാൻ സാധിക്കില്ല. നമ്മൾ നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ സെൽഫ് ലവ് വേണം. ഇത്തരത്തിൽ സ്വയം സ്നേഹിക്കാൻ ആരംഭിക്കുന്നത് മുതൽ നിങ്ങൾ കാണുന്ന ലോകവും മാറും, ചുറ്റുപാടുകൾ മാറും. എന്തിന് നിങ്ങളിലേക്ക് സന്തോഷം പറന്നു വരും. ഇനി ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്നാമത്തേത് ആത്മവിശ്വാസമാണ്. ഒരാൾക്ക് ഈ ലോകത്തിൽ ജീവിക്കണമെങ്കിൽ ഏറ്റവും അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ് ആത്മവിശ്വാസം എന്ന് പറയുന്നത്. നമ്മൾ മറ്റുള്ളവരെ എല്ലാ കാര്യത്തിനും ആശ്രയിച്ച് ജീവിച്ചാൽ നമുക്ക് ഒരിക്കലും ആത്മവിശ്വാസം വരില്ല. അതായത് നമ്മൾ ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കാൻ സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് അവിടെ ആത്മവിശ്വാസം ഉണ്ടാവില്ല. നമ്മളൊരു കാര്യം ഒറ്റയ്ക്ക് ചെയ്യാൻ ധൈര്യം സംഭരിക്കണമെങ്കിൽ അതിന് വേണം ആത്മവിശ്വാസം. നമ്മൾ സ്വയം സ്നേഹിക്കാൻ ആരംഭിക്കുമ്പോൾ നമുക്ക് നമ്മുടെ കഴിവുകളെ കുറിച്ചും പോരായ്മകളെ കുറിച്ചും സ്വയം അവബോധം ഉണ്ടാവാൻ തുടങ്ങും. ഇത് നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട്. സ്വയം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നത് ഏതൊരു പ്രതിസന്ധിയും തരണം ചെയ്യാൻ നമ്മളെ സ്വയം പ്രാപ്തരാക്കും. അതുപോലെ സ്വയമായി ജോലി കണ്ടെത്താനും ഏതൊരു കാര്യത്തിനു വേണ്ടി മുന്നിട്ടിറങ്ങാനും ഓരോ കാര്യത്തിന്റെയും പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇത് വളരെയധികം സഹായിക്കുന്നുണ്ട്. സെക്കൻഡ്, ദാമ്പത്യം മനോഹരമാക്കൽ, അതായത് സ്ട്രെസ് കുറയ്ക്കൽ. ഈ സെൽഫ് ലവിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പം ആത്മവിശ്വാസം കൂടും, അല്ലെങ്കിൽ ആത്മവിശ്വാസം നമ്മുടെ ലൈഫിനെ സഹായിക്കുമെന്ന് നമ്മൾ പറഞ്ഞു. സോ അത് ഒരു തരത്തിൽ സ്ട്രെസ് കുറയ്ക്കൽ തന്നെയാണ്. പലർക്കും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുന്നതിന്റെ മുൻപ് അതിന്റെ ദോഷവശങ്ങൾ മനസ്സിലാക്കി അതിനെ നേരിടാനുള്ള എല്ലാവിധ കരുത്തും ഇവർക്ക് ഉണ്ടായിരിക്കും. അതിനാൽ തന്നെ മാനസികമായി ഇവർക്ക് കുറേയേറെ സമാധാനം ലഭിക്കും. ഇത് സ്ട്രെസ് കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. ഇത് മാത്രമല്ല, പലർക്കും സെൽഫ് ലവ് ഉണ്ടാകുന്നതിന്റെ മുൻപ് നാട്ടുകാർ പറയുന്നത് അല്ലെങ്കിൽ ചുറ്റിനുമുള്ളവർ പറയുന്നത് കേട്ട് സ്വയം വിലയിരുത്തപ്പെടുന്നവരുണ്ട്. ഇത് സെൽഫ് ലവ് വരുന്നതോടെ ഇല്ലാതാകും. അതായത് സ്വയം മനസ്സിലാക്കാൻ വേണ്ടി പറ്റും എന്നുള്ളത്. അങ്ങനെ സ്വയം മനസ്സിലാക്കുമ്പം ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യില്ല, അനാവശ്യമായ ഇമോഷണൽ ഫീലിങ്സും ഇല്ലാതാകും. ഇതും മാനസിക സമാധാനം നൽകുന്നതാണ്. സോ സ്ട്രെസ് കുറയ്ക്കും. അടുത്തത് ഏറ്റവും മികച്ച പങ്കാളിയെ ലഭിക്കുക എന്നുള്ളതാണ്. സെൽഫ് ലവ് ഉള്ള മിക്കവരും തങ്ങൾക്ക് ചേരുന്ന പങ്കാളിയെ തന്നെ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കും. അതായത് എല്ലാ റിലേഷൻഷിപ്പിലും ചെന്ന് ചാടാതെ ഒന്ന് പ്രോപ്പറായി അതിനെ ഒന്ന് സ്റ്റഡി ചെയ്ത് നല്ലതിനെ തന്നെ തിരഞ്ഞെടുക്കും എന്നുള്ളത്. തങ്ങളെ മനസ്സിലാക്കുന്ന പങ്കാളിയെ തിരഞ്ഞെടുക്കാൻ ഇവർ പ്രത്യേകിച്ചും ശ്രദ്ധിക്കും. അതിനാൽ തന്നെ നല്ല ഹെൽത്തി റിലേഷൻഷിപ്പ് കൊണ്ടു നടക്കാൻ ഇവർക്ക് സാധിക്കും. അതുമാത്രമല്ല, സാമ്പത്തികമായ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അല്ലെങ്കിൽ പ്രതിസന്ധി വന്നാൽ പങ്കാളിക്ക് താങ്ങായി നിൽക്കാൻ ഇവർക്ക് സാധിക്കുന്നതാണ്. അതുപോലെ തന്റെ പങ്കാളിയെ മനസ്സിലാക്കാനും അവരുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് അവരെ അതിൽ പ്രോത്സാഹിപ്പിക്കാനും സപ്പോർട്ട് ചെയ്യാനും ഇവർക്ക് സാധിക്കും. ഇങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ് വരുമ്പം ആ റിലേഷൻഷിപ്പ് വളരെ ഹെൽത്തി ആയിരിക്കും. സോ ഇതും സെൽഫ് ലവ് കൊണ്ടുള്ളൊരു ഗുണമാണ്. അടുത്ത പോയിന്റ്, ഈ സെൽഫ് ലവ് ചെയ്യുന്നവര് വളരെ ശ്രദ്ധാലുക്കളായിരിക്കും. ഇവരെല്ലാ കാര്യത്തിലും കുറച്ചധികം ശ്രദ്ധ ചെലുത്തുന്നവരായിരിക്കും. കാരണം ഒരു കാര്യം ചെയ്താൽ ഈ കാര്യം തങ്ങളെ എങ്ങനെ ബാധിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇവർ ചിന്തിക്കും. അതുപോലെ ഇവരെ ബാധിക്കുന്ന കാര്യമാണെങ്കിൽ അതിനുള്ള പരിഹാരവും ഇവർക്ക് തന്നെ സ്വയം കണ്ടെത്താൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു കാര്യം ചെയ്യുന്നതിന് മുൻപ് 2 പ്രാവശ്യം ഇവർ ചിന്തിച്ചിട്ടുണ്ടാകും. ഇവരെ വേദനിപ്പിക്കുന്ന സിറ്റുവേഷനിൽ നിന്നും മാക്സിമം മാറി നിൽക്കാൻ ഇവർ ശ്രമിക്കും. അതുപോലത്തെ ആളുകളുടെ ഇടയിൽ നിന്നും ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാനും ഇവർ പരമാവധി ശ്രമിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവരിൽ നിന്നും ഒരകലം പാലിച്ചായിരിക്കും ഇങ്ങനെ സെൽഫ് ലവ് ഉള്ള ആളുകൾ നടക്കുക കേട്ടോ. അടുത്ത സെൽഫ് ലവ് കൊണ്ടുള്ള ഒരു ഗുണം, പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാനും അതുപോലെ പുതിയ മേഖലയിലേക്ക് ചുവട് വെക്കാനും ഇവർ ധൈര്യം കാണിക്കും. അതിനാൽ പരാജയം നേരിട്ടാലും മാനസികമായി ഇവരെ തളർത്തില്ല. വീണ്ടും പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്താനും പഠിക്കാനും അതിലേക്ക് എത്തിച്ചേരാനുമാണ് ഇവർ ശ്രമിക്കുക.
അതുകൊണ്ട് തന്നെ ലൈഫിനെ വളരെ സിമ്പിളായിട്ട് കാണാൻ ഇങ്ങനെയുള്ള ആളുകൾക്ക് സാധിക്കും. അടുത്തത് സംതൃപ്തിയാണ്. എല്ലാത്തിലും സംതൃപ്തി നേടാൻ ഇവർക്ക് സാധിക്കും. ഇവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനും അതുപോലെ മനസ്സിന് കൂടുതൽ സന്തോഷം നൽകുന്ന കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ ജീവിതത്തിൽ സന്തോഷവും സംതൃപ്തിയും ഇവർക്ക് ഉണ്ടായിരിക്കും. ഇത് മാനസികാരോഗ്യത്തിന് വളരെ നല്ലതായിരിക്കും. സെൽഫ് ലവ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾക്ക് കിട്ടുന്ന ചില ഗുണങ്ങളാണിത്. പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുന്നുണ്ട് എന്ന് സ്വയം പറയുന്ന ആളുകൾ ഇങ്ങനെയാണോ നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുന്നത് എന്നൊന്ന് വിലയിരുത്തി നോക്കുക. അതുപോലെ തന്നെ സെൽഫ് ലവ് ചെയ്യുന്നത് സെൽഫിഷ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് പറയുന്നവർക്ക് ഇത് എല്ലാം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. സ്വയം സന്തോഷം കണ്ടെത്തുന്നതും സംതൃപ്തിയാകുന്നതും എങ്ങനെയാണ് ഒരു സെൽഫിഷ് ആവുന്നത്, ഇതെല്ലാം തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ഇനിയും നിങ്ങൾ സെൽഫ് ലവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജേണൽ എഴുതി തുടങ്ങുക, ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക, സെൽഫ് ലവ് സ്റ്റാർട്ട് ചെയ്യുക.